ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ട്രൂ സ്റ്റോറീസ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മുടെ പശുക്കളെയൊക്കെ ആട്ട കാണിച്ചത്, നമ്മുടെ വലിയ പശുവിനെ നമ്മുടെ ചെറിയ പശുവിനെയും ആട്ട കാണിച്ചു തന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫീൽഡിൽ, അത് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു പശുവിനെ മേടിക്കണേന്ന്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള എൻ്റെ ഫാദറിൻ്റെ വീട്ടിലാണെങ്കിലും അമ്മയുടെ വീട്ടിലാണെങ്കിലും വൈഫിൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിലും പശുവിനെ വളർത്തി ശീലമുള്ള ആൾക്കാരാട്ടാ. അപ്പോൾ പിന്നെ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയിൽ കുറേ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടോ. നമുക്ക് ചെറിയ പശുവിന് മരുന്ന് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാണുമ്പോൾ ശരിക്കും നമുക്കിതുമായിട്ട് നല്ലോണം മുന്നോട്ട് പോകാൻ പറ്റും എന്ന് തന്നെയാട്ടോ ഒരു വിശ്വാസമുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നമ്മുടെ പശുത്തൊഴുത്തും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. പശുത്തൊഴുത്തൊന്നും നിങ്ങൾ വലിയ രീതിയിലൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ്, നമ്മൾ അധികം പൈസ മുടക്കാത്ത രീതിയിലാണ് ആദ്യം തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണത്. പിന്നെ ആണെങ്കിൽ എൻ്റെ വൈഫിൻ്റെ ഫാദർ ജോലി ചെയ്യണ ഒരു എസ്റ്റേറ്റിലാണ് നമ്മൾ ഇപ്പോൾ പശുവിനെ മേടിച്ചിട്ടേക്കണം. ഇവരുടെ ശരിക്കുള്ള വീട്ടിലല്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് മാറുകയാണെങ്കിൽ കൂടെ നമുക്കത് പൊളിച്ചുകൊണ്ട് പോകേണ്ടി വരും. അപ്പോൾ നമുക്കതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടെ ഉണ്ട്, തൊഴുത്ത് നല്ല രീതിയിൽ കെട്ടത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പടുത വെച്ചൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കണം കേട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ തറയിൽ നമ്മളൊന്നും ഇട്ടിട്ടില്ല, ഇപ്പോൾ നിലവിൽ സിമെൻ്റൊന്നും ഇട്ടിട്ടില്ല. നമ്മൾ റബ്ബറിൻ്റെ ഷീറ്റായിട്ടാണ് ഇട്ടേക്കണത്. അതൊരു 2 കൂടെ മേടിക്കണം. ഇവിടെ എറണാകുളത്ത് പോകുമ്പോൾ മേടിക്കാമെന്ന് ഓർത്ത്, നമ്മുടെ നാട്ടിൽ പോകുമ്പോൾ മേടിക്കാമെന്ന് ഓർത്ത്. ഇവിടെയൊക്കെ ഭയങ്കര വിലയാണ് പറയണത്. കോട്ടയത്തും ഇവിടെ മുണ്ടക്കയത്തൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ 2000 രൂപയ്ക്കാണ് പറയണത്. നമ്മൾ എറണാകുളത്ത് നിന്ന് 350 രൂപയ്ക്ക് മേടിച്ച ഷീറ്റായിരുന്നു. ഓട്ടോയിൽ കിടന്ന ഷീറ്റാട്ടോ ഇപ്പോൾ വണ്ടി ഇവിടെ തൊഴുത്തിലിട്ടേക്കണത്. പിന്നെന്താ പറയാനാണെങ്കിൽ ഇന്നലെ പിന്നെ നമ്മൾ വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പശുവിനെ ഒന്ന് കാണിക്കാനായിട്ട്, നമ്മുടെ 2 പശുക്കളെ ഒന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞ്, പശുവിൻ്റെ കൊമ്പൊക്കെ നോക്കിയിട്ട് പറഞ്ഞ് പ്രായം കുറവാണ് പശുവിന്. പിന്നെ എത്ര പ്രസവിച്ചതാണെന്ന് ഡോക്ടറിന് പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ്, അത് പ്രൂവ് ചെയ്യാനായിട്ടുള്ള സംഭവമൊന്നും ഇല്ലെന്ന് പറഞ്ഞ്. അത് പറയാൻ പറ്റത്തില്ല. ചില പശുക്കൾ പ്രായം കൂടി കുത്തിവെച്ചതുണ്ടാവും, പ്രായം നേരത്തെ കുത്തിവെച്ചതൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഡോക്ടർ പറയണ്ടായിരുന്നു. അപ്പോൾ നമ്മളും അത് നോക്കണമെങ്കിൽ കറക്റ്റാണ്. ഇപ്പോൾ ചില ആൾക്കാർ 1 വർഷം കറന്ന് പിന്നെയും കുറച്ച് നാൾ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കുത്തിവെക്കണം. ചില ആൾക്കാർ ഒരു 5 മാസം കഴിയുമ്പോഴൊക്കെ പശു ഹീറ്റ് കാണിച്ച് കഴിയുമ്പോൾ കറവ തുടങ്ങി 5 മാസം കഴിയുമ്പോഴൊക്കെ ഹീറ്റ് കാണിച്ച് കഴിയുമ്പോഴൊക്കെ കുത്തിവെക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് എത്ര പ്രാവശ്യം പ്രസവിച്ച പശുവാണെന്നുള്ള കാര്യം പറയാൻ പറ്റത്തില്ല. പശുവിനധികം പ്രായമില്ലെന്ന് പറഞ്ഞു ഡോക്ടർ പല്ലും കൊമ്പൊക്കെ നോക്കിയിട്ടാ. പിന്നെന്താ, പിന്നെ ഡോക്ടർ പശുവിൻ്റെ മറ്റേ അകിടിലൊക്കെ കറന്നു കഴിഞ്ഞിട്ട് തേക്കാനായിട്ട് ഒരു മരുന്ന് തന്ന്. അത് അതിൻ്റെ പേരെനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. അവർ നമ്മൾ ഒരു കുപ്പി കൊണ്ടുവരാൻ പറഞ്ഞ ആ കുപ്പിയിൽ ഒഴിച്ചാട്ടോ തന്നത്. പിന്നെന്താ പറയാനാണെങ്കിൽ ഡോക്ടറിനെ നമ്മൾ വിളിച്ചുകൊണ്ട് തന്നെ ആയിരുന്നു. തിരിച്ചങ്ങോട്ട് കൊണ്ടുപോയി വിട്ട് ഫ്രീ സർവീസ് ആയിരുന്നു കേട്ടോ. ഡോക്ടർ പൈസ ഒന്നും മേടിച്ചില്ല. ഡോക്ടർ പറഞ്ഞായിരുന്നു നമ്മുടെ അടുത്ത്, ഗവൺമെൻറ് ഡോക്ടറിനെ കൊണ്ടുവന്നത്. അപ്പോൾ അവർ പറഞ്ഞായിരുന്നു ഫ്രീ സർവീസാന്ന് പറഞ്ഞിരുന്നു. ചിലയിടത്ത് നമ്മുടെ നാട്ടിലൊക്കെ ചിലയിടത്തൊക്കെ അവർ ഡോക്ടറിൻ്റെ കൂടെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് തന്നെയാണെങ്കിൽ അവർ പൈസയൊക്കെ മേടിക്കോട്ടെ. ഇവർ നമ്മുടെ അടുത്തൊന്നും മേടിച്ചില്ല. നല്ല സർവീസായിരുന്നു. പിന്നെ ഡോക്ടറിൻ്റെ ഭാഗത്തൊന്നും നല്ല സപ്പോർട്ട് ഉണ്ടാവും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പശുത്തൊഴുത്ത് ഞാൻ കാണിച്ചു തരാട്ടെ നിങ്ങളെ. അപ്പോൾ നമ്മൾ ഇതാട്ടോ നമ്മൾ പശുവിനെ കെട്ടണ പശുത്തൊഴുത്തായിട്ടായി കാണുന്നത്. നമ്മൾ താൽക്കാലികമായിട്ട് സെറ്റ് ചെയ്തേക്കണത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് മാറേണ്ട വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊളിച്ചുകൊണ്ട് പോകണം. അപ്പോൾ ഇതിലധികം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഈ തൊഴുത്തിൽ. പശു അത്യാവശ്യം നനയാതെ നിൽക്കണം. പിന്നെ കാലിൽ ചെളിയാവരുത്, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ കുറ്റിയിലാണ് നമ്മൾ വലിയ പശുവിനെ കെട്ടണം കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ മാറ്റ് ഇട്ടിട്ടുണ്ട്. 2 മാറ്റും കൂടെ മേടിക്കാനുണ്ട്, ഇവിടെ ഇടാനും പിന്നെ അവിടെ ഇടാനും കൂടെ. ഇവിടെ കോട്ടയത്തൊക്കെ ഭയങ്കര പൈസ ആയതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇടാത്തത്. പിന്നെ ഇവിടെ നമ്മളൊരു കല്ല് വെച്ച് ഇങ്ങനെ ഒന്ന് കുറച്ച് ഹൈറ്റിൽ കെട്ടിയിട്ട് അവിടെ ഒരു മാറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമ്മൾ ചെറിയ പശുവിനെ കെട്ടണത്. പിന്നെ അവിടെ ആ കുറ്റിയിലാണ് നമ്മൾ ചെറിയ പശുവിനെ കെട്ടണത്. പിന്നെ സൈഡിലൊക്കെ നമ്മൾ ഇങ്ങനെ ജന്തുക്കളും മറ്റ് പന്നിയും ഇതൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ സൈഡിലൊക്കെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊരു ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ മറച്ചിട്ടുണ്ട്. പിന്നെ ഇത് ആക്ച്വലി 2 ഷീറ്റ് ഉണ്ട് കേട്ടോ. 2 പടുത ഇട്ടിട്ടുണ്ട്. ഒരു പടുതയുടെ ലെങ്ത്ത് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ 2 പടുത വെച്ചിട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ പഴയ കുറച്ച് ചാക്ക് ഉണ്ടായിരുന്നു. ചാക്കൊക്കെ നമ്മൾ സൈഡിൽ ഇങ്ങനെ വെച്ച് സൈഡ് ചെറിയ രീതിയിൽ മറച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ബൾബും ഇവിടെ കെട്ടി തൂക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ കുറ്റിയൊന്നും അടിച്ചിട്ടില്ല, ഇവിടെ മരത്തിലോട്ടൊക്കെ തന്നെ കേട്ടോ ഇത് വലിച്ച് ഈ ഷെഡ് നമ്മൾ കെട്ടിയേക്കണത്. താൽക്കാലികമായിട്ട് ചെയ്തേക്കണ പരിപാടിയാണ്. പിന്നെ നമ്മൾ ഇവിടെ നിലത്ത് നമ്മൾ ഫ്ലോർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ സിമെൻ്റ് അല്ല ഇടാനായിട്ട് ഉദ്ദേശിക്കണ, മറ്റേ ഇൻ്റർലോക്കിൻ്റെ റോട്ടിലൊക്കെ ഇടണ
ആ കട്ട നമ്മൾ വിരിച്ചാലാന്ന് ആലോചിക്കേണ്ട കേട്ടോ. അതാകുമ്പോൾ കുറച്ച് വൃത്തിയായിട്ട് കിടക്കും. നമ്മളിവിടെ നിന്ന് മാറണമെങ്കിലും അത് പറക്കിക്കൊണ്ട് പോകാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ പുറത്തോട്ട് അവിടെ ഒരു വഴി പോലെ നമ്മൾ വെട്ടിയിട്ടുണ്ട് ചെറുതായിട്ട്. അതുവഴി നമുക്ക് കൂട് കഴുകി കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഒലിച്ചു പോട്ടെ. അതേപോലെ ഈ സൈഡിലും ഒരു ചെറിയ ദ്വാരം നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുവഴി പുറത്തോട്ട് വെള്ളമൊക്കെ പോകട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ കഴുകി ഇട്ടേക്കണ കേട്ടോ കൂട്. പശുവിനെ പുറത്തുകൊണ്ടേക്ക് ഇട്ടേക്കണാണ്. ഒരു കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ ഇത് ഡ്രൈ ആവട്ടെ. നമ്മളിനി പശുവിനെ കറക്കണ നേരത്ത് മാത്രമേ ഇവിടെ കൊണ്ടുവരത്തുള്ളൂ കേട്ടോ. ബാക്കി സമയത്തൊക്കെ പശു പുറത്ത് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ നമ്മുടെ ചെറിയ പശു ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ആള് നല്ല ആക്റ്റീവാണ്. നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് നേരമായിട്ട് കിട്ടിയിട്ടേക്കണാണ്. പിന്നെ അവന് തിന്നാൻ കുറച്ച് വള്ളിച്ചെടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ അവന് കുറച്ച് കാടി തവിടിട്ടിട്ട് ഗോതമ്പ് തവിടിട്ടിട്ട് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വലിയ പശുവിനെ കുറച്ച് മാറ്റി കേട്ടോ. ഇന്നലെ കെട്ടിയ സ്ഥലത്ത് തന്നെ കെട്ടിയേക്കണത്. ഇന്നലെ വൈഫിൻ്റെ ഫാദറായിരുന്നു കെട്ടിയത്. ഇന്നാൾ ജോലിക്ക് പോയി. അപ്പോൾ ഇന്ന് ഞാനാട്ടോ കൊണ്ടുപോയി കെട്ടിയത്. അപ്പോൾ എനിക്ക് കെട്ടാൻ പോകാനായിട്ട് ചെറിയ പേടിയാണ്. അപ്പോൾ പശു ഞാൻ പിടിച്ച ചില സമയത്തൊന്നും വന്നില്ല. അപ്പോൾ ഞാനൊരു ഇങ്ങനത്തെ ഒരു വടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വടിയായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടുമ്പോൾ പശു പോരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ കെട്ടിയതിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറി തന്നെ കേട്ടോ ഇന്ന് കെട്ടിയേക്കണത്. അപ്പോൾ നമ്മുടെ പശു ഇവിടെ നിന്നിട്ട് പുല്ലൊക്കെ തിന്നണ്ടിരിക്കണ്ടേ, ഞാൻ നിങ്ങളെ കാണിച്ചു തരട്ടെ. അപ്പോൾ നമ്മുടെ പശു ഇവിടെ നിന്നിട്ട് പുല്ലൊക്കെ തിന്നണ്ടിരിക്കണ കേട്ടോ. ഇത് നല്ലോണം ഭക്ഷണം കഴിക്കണ്ട കേട്ടോ. ഇപ്പം എനിക്കിതിനെ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാവിലെ ആകുമ്പോൾ ക്ഷീണിച്ച പോലെ ആയിരിക്കും കേട്ടോ നിൽക്കണം. പിന്നെ നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് ഇവിടെ പറമ്പിൽ കൊണ്ടുവന്ന് കെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നല്ലോണം വയറൊക്കെ വീർത്ത് വരുമ്പോൾ നല്ലോണം ഒരു വലിയ പശുവിനെ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ നോക്കുമ്പോൾ ആൾ കുറച്ച് ക്ഷീണിച്ച പോലെ ആയിരിക്കും നിൽക്കുന്നത്. പിന്നെ ഇവൻ്റെ മേത്ത് കുറച്ച് ചെള്ള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചെള്ള് പോകാനായിട്ട് ഒരു മരുന്ന് കൂടെ തന്നിട്ട് അത് 2 ml എടുത്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് പെത്തേക്കാനാണ് കേട്ടോ പറഞ്ഞതിൻ്റെ മേത്ത്. അപ്പോൾ അത് നമ്മൾ ഇന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലോണം പുല്ലും വെള്ളവും കാടിയും എല്ലാം കഴിക്കുന്നുണ്ട് കേട്ടോ. കൂട്ടുകാരെ, പിന്നെ നമ്മുടെ വീഡിയോൻ്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇട്ട വീഡിയോൻ്റെ ഇടയിൽ കുറച്ച് പേരൊക്കെ വന്നിട്ട് പശുവിന് 5 ലിറ്ററാണ് 3 ലിറ്ററാണെന്നൊക്കെ പാല് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ കറന്ന് കണ്ടിട്ടാട്ടോ മേടിച്ചത് പശുവിനെ. അയാൾ രാവിലെ ഒരു 9 ലിറ്റർ കിട്ടുമെന്ന് പറഞ്ഞ് നമ്മളത്രയും പ്രതീക്ഷിക്കണില്ല. രാവിലെ കറന്നത് നമ്മൾ കണ്ടില്ലായിരുന്നു. വൈകുന്നേരം ആൾ പറഞ്ഞത് ഒരു 5 ലിറ്റർ പാല് കിട്ടും എന്നുള്ള രീതിയിലാട്ടോ സംസാരിച്ചത്. നമ്മളത് കറന്ന് കാണുകയും ചെയ്തു. ആൾ പറഞ്ഞതിൽ കുറച്ച് കൂടുതൽ പാല് നമുക്ക് കിട്ടുകയും ചെയ്തു. നമ്മൾ ഇന്നലെ വൈകുന്നേരം വീട്ടിൽ കൊണ്ടുവന്ന് കറന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു 4.5 ലിറ്റർ പാലും ഇന്ന് രാവിലെ കറന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു 8 ലിറ്ററിന് അടുപ്പിച്ച് ഒരു 7.25 മേലെ എന്നാൽ 8 അത്രയും പാല് നമുക്ക് ഇന്ന് കിട്ടുകയും ചെയ്തേട്ടോ. അപ്പോൾ എനിക്ക് നമ്മുടെ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് കമൻറ്റ് ഇടുന്നവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി പശുവിനെ കറന്ന് കണ്ടിട്ടാണ് മേടിച്ചത്. പിന്നെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ തൊഴുത്ത് മാറി കറവക്കാരനൊക്കെ മാറുമ്പോൾ ചെറിയ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമുക്കറിയാം വ്യത്യാസം ഉണ്ടാവുമെന്ന്. ആ ഒരു വ്യത്യാസം തന്നെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ചെറിയ കുറവേ ഉള്ള ആൾ പറഞ്ഞതിനേലും നമുക്ക് ഇന്ന് ഏകദേശം ഒരു 8 ലിറ്ററിൻ്റെ അടുത്ത് തന്നെ രാവിലെ പാല് കിട്ടി കേട്ടോ. അതേപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം നമുക്കൊരു 4 ലിറ്റർ പാല് 4.5 ലിറ്റർ പാലും കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചാണ്, നമ്മുടെ പശുത്തൊഴുത്ത് കാണിച്ചാണ്. ആരും ഇതിൻ്റെ ഇടയിൽ കമൻ്റ് ഒന്നും പറയാൻ വരണ്ട. ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ സാഹചര്യം ഇതാണ്. നമുക്ക് അധികം പൈസ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടില്ല. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് മാറേണ്ടി വന്നാൽ കൂടെ നമുക്ക് പൊളിച്ചുകൊണ്ട് പോകേണ്ടതാണ്. അപ്പോൾ അധികം പൈസ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു താൽക്കാലികമായിട്ട് വെച്ചേക്കണമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ ഇതേപോലത്തെ റബ്ബർ മാറ്റിന് ഇവിടെ കോട്ടയം കാഞ്ഞിരപ്പള്ളി സൈഡിലൊക്കെ ഭയങ്കര റേറ്റ് പറയണതുകൊണ്ടാണ് നമ്മൾ ഇത് ഇപ്പം മേടിക്കാത്തതായിട്ടാ. ഇവിടെയും അവിടെയും ഇടാനായിട്ട് നമ്മൾ മേടിക്കാത്തത്. ഇവിടെ ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ 2 കടയിൽ ചോദിച്ചപ്പോൾ ഏകദേശം 2000 രൂപ പറഞ്ഞത്. ഇത്രയുമുള്ള ഒരു വലിയ പീസ്, ഇതിനേൽ കുറച്ചും കൂടെ വലിയ പീസ് ഇവിടെ വരെ വന്ന പീസിന് നമ്മുടെ എറണാകുളത്ത് 350 രൂപ റേറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിതെൻ്റെ ഓട്ടോറിക്ഷയിൽ ഇട്ടിരുന്ന മാറ്റാണ് ഇപ്പോൾ നമ്മൾ പശുവിന് വേണ്ടി ഇട്ടേക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ ചെറിയ പശുവിനൊക്കെ എടുത്തത് പുല്ലും വെള്ളം അവിടെ വെച്ച് കൊടുക്കും കേട്ടോ. അതവിടെ കിടന്നോളൂ. രാത്രി മാത്രം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കെട്ടാറുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വലിയ പശുവിനെ ഇവിടെയാണ് നിർത്തുന്നത്. നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വെള്ളവും പുല്ലും ഇട്ട് കൊടുക്കും. ഇവിടെ നമ്മൾ ഈ തടിയിലാട്ടോ കെട്ടണേ. പിന്നെ ഇതുവഴിയൊക്കെ വെള്ളം ഒഴുകി പോകട്ടെ. മഴവെള്ളമൊന്നും ഇവിടെ കെട്ടി നിൽക്കത്തൊന്നുമില്ല. ഇതുവഴിയൊക്കെ ഒഴുകിപ്പോവും. പിന്നെ പശു മൂത്രം ഒഴിക്കണമെങ്കിൽ കൂടെ ഇവിടെ അങ്ങനെ നിൽക്കത്തില്ല. അങ്ങോട്ട് ഒരു ഓവ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതുവഴി ഒഴുകി പോകട്ടെ. കൂടാതെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ഞാൻ കാണിച്ചത് നമ്മൾ താൽക്കാലികമായിട്ട് കിട്ടിയ നമ്മുടെ പടുത വെച്ചുണ്ടാക്കിയ നമ്മുടെ
പശുത്തൊഴുത്തും കാര്യങ്ങളൊക്കെ ആട്ടാ കാണിച്ചത്. പിന്നെ നമ്മുടെ പശുവിനെ ജസ്റ്റ് കാണിച്ച്, പിന്നെ പശുവിനെ ഇന്നലെ ഡോക്ടർ വന്ന് കണ്ടതിൻ്റെ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്തിട്ടാ. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും എനിക്ക് ആവശ്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള ഒരു ചെറിയ കർഷകനാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.